ബർക്കത്തുള്ള ഒരു തൊഴിലാളി ഉണ്ടായാൽ മതി നമ്മളെ പീടിയിൽ. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സുപ്രയില് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്ന ഹദീസ് ഞാൻ ചങ്ങരംകുളത്ത് ജോലി ചെയ്യണ സമയത്ത് പള്ളിക്ക ബാങ്ക് കൊടുത്തീന്ന മൊല്ലാക്ക പറഞ്ഞു തന്നതാണ്. പറഞ്ഞറിൽ ഇന്നാളെ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ചങ്ങരംകുളത്ത് ഒരു പള്ളിക്ക് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പള്ളിക്ക ബാങ്ക് കൊടുത്തീന്ന മൊല്ലാക്ക പറഞ്ഞെന്ന ഹദീസാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളിക ഹദീസ് ശരിയാണ് കേട്ടോ. മൊല്ലാക്ക പറഞ്ഞുകൊണ്ട് മോശമല്ല. മൊല്ലാക്കയാണ് ആദ്യം പറഞ്ഞത്, പിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് മാത്രം, പിന്നെ തെരഞ്ഞുപിടിച്ചു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ മുഹമ്മദ് എന്ന് പേരുള്ള അഞ്ചാളിരിക്കണേൽ ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. അമ്പിയാക്കളുടെ പേരുള്ള ആളുകൾ ബറക്കത്തുള്ള ആളുകളായിരിക്കുമെന്നാണ്. അമ്പിയാക്കളുടെ പേരുള്ള ആൾക്കാർ ബർക്കത്തുള്ള ആൾക്കാരായിരിക്കും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടുമുറിയൊന്നുമല്ല, അത് ഭയങ്കരമായിട്ട് പറയാൻ മാത്രമുണ്ട്. അത് പറയാൻ മാത്രമുണ്ട്. എല്ലാ വിഷയത്തിലും ബറക്കത്തിന്റെ വഴികളെ നമ്മൾ നോക്കണം. ബറക്കത്ത് നഷ്ടപ്പെടുന്ന വഴികളെ തൊട്ട് നമ്മളെപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ ഹബീബുന റസൂലുള്ളാഹി. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് ഫക്കീറിന് സക്കാത്ത് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് മിസ്കീനാണ്. ഒരിക്കലും കൊടുക്കാൻ പറഞ്ഞുകൊടുത്ത് സക്കാത്തല്ലാത്ത ഒരു പൈസയും ഫക്കീറിന് കൊടുക്കാൻ പറയില്ല. അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. എന്തും മിസ്കീനെ കൊടുക്കാൻ പറയുള്ളൂ, ഫക്കീറിന് കൊടുക്കാൻ പറയില്ല. എന്തേ? ഫക്കീർ അഭിമാനമില്ലാത്തവനാണ്, മിസ്കീൻ അഭിമാനമുള്ളവനാണ്. ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഓൻ ആരോടും ചോദിക്കാനൊന്നൊരു മടിയുണ്ടാവില്ല. മിസ്കീൻ പള്ള പയിച്ചാൽ ബെൽറ്റിൻ്റെ തുള ഒന്നുകൂടി ഇപ്പുറത്ത് കാക്കും. ഒരു മനുഷ്യൻ അറിയാതെ അവനത് കൈകാര്യം ചെയ്യും. അതാണ് മിസ്കീൻ. അവന് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ പ്രേരണയുള്ളത്. മുസ്തഫ നബി തങ്ങൾ ദ്വാർന്നതും അതിനാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഞാൻ പിന്നെ ഹജ്ജിന് പോയ സമയത്ത് ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു കൂടെ. അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം ഇങ്ങനെ പറയും. അപ്പോൾ ഈ ഹദീസ് ഓതിയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല നമ്മളെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഉസ്താദേ നമുക്കൊരു ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. എന്താ കാട്ടുക? ആശുപത്രി കേസ് വരാതിരുന്നാൽ പോരെ? അത് വരണമെന്ന് എന്താ അത്ര നിർബന്ധം? നമ്മളെ ഓരോ ചിന്താഗതികളാണ് ശരിക്കത്. നമ്മളുള്ളിടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ? ഇത് ആശുപത്രിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. 15,000 നിന്നാൽ മുതലാവൂല, 20,000 കിട്ടിയാലേ ഞാൻ നിൽക്കുള്ളൂ. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക? കടക്കട്ടെ 20,000 എന്ന് പറഞ്ഞാൽ 5,000 എല്ലാ മാസവും ആശുപത്രിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയാത്തതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. പൈസൻ്റെ ഉപയോഗം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതന്നെയാണ് നമ്മളെ വലിയ പ്രശ്നം. പൈസ ഉണ്ടാകാത്തതിൻ്റെ കാരണം അതന്നെയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു. സഹാബ യുദ്ധത്തിന് പോവുകയാണ്, മൂത്തത്ത് യുദ്ധം പോവുകയാണ്, പൈസ ഇല്ല. ഉള്ളവരൊക്കെ കൊണ്ടിരിന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അള്ളാന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. ഊരമ്മേ 2 കാലും വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിയിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയതാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.